നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയും തോറും കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളടക്കം മുതിർന്നവരും പല പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭീഷണികളോ എന്തെങ്കിലും നാണക്കേടുണ്ടാകുന്ന സംഭവങ്ങളോ, കുട്ടികൾക്കാണെങ്കിൽ ഒരുപക്ഷെ പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റുപോകുമോ എന്നൊക്കെയുള്ള ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും ഇത്തരത്തിൽ ആത്മഹത്യ എന്നുള്ള വഴി തിരഞ്ഞെടുക്കുന്നത്. ഏതായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ള കണക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ്. പല കുടുംബ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. ഇപ്പോൾ ഇടുക്കിയിൽ ഉടുമ്പന്നൂർ മനക്കത്തണ്ടിയിൽ വാടക വീട്ടിൽ കമിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ആത്മഹത്യ എന്നാണ് പോലീസും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇരുവരും തൂങ്ങി മരിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചിരിക്കുകയാണ്. തർക്കത്തെ തുടർന്ന് ഇരുവരും ജീവൻ ഒടുക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പാറത്തോട് സ്വദേശികളായ മണിയനാനിക്കൽ വീട്ടിൽ ശിവഘോഷ് 20 വയസ്സാണ്. ഇഞ്ച പ്ലാക്കൽ വീട്ടിൽ മീനാക്ഷി 20 വയസ്സാണ്. ഇരുവരെയുമാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു നാടിനെ മുഴുവൻ നടുക്കിയ സംഭവമുണ്ടായത്. ശിവഘോഷിനെ കാണാനെത്തിയ സുഹൃത്ത് ആദർശാണ് യുവാവിനെ മുറിയിലെ ഫാനിൽ തുണി ഉപയോഗിച്ച് തൂങ്ങിയ നിലയിൽ ആദ്യം കാണുന്നത്. ഉടൻ ആദർശ് തുണി മുറിച്ച് ശിവഘോഷിനെ താഴെ ഇറക്കി മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശിവഘോഷ് വാഴക്കുളത്തെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫുഡ് ടെക്നോളജി 4ാം വർഷ വിദ്യാർത്ഥിയാണ്. മീനാക്ഷി മൂവാറ്റുപുഴയിലെ സ്വകാര്യ കോളേജിലെ TTC വിദ്യാർത്ഥിയും. മരിച്ച ശിവഘോഷും കുടുംബവും 2 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. കൊന്നത്തടിയിലാണ് ശിവഘോഷിന്റെ അച്ഛന്റെ വീട്. ഇതിന് സമീപമുള്ള പാറത്തോട് സ്കൂളിലാണ് +2 വരെ പഠിച്ചിരിക്കുന്നത്. അന്ന് മീനാക്ഷിയെ പരിചയമുണ്ടായിരുന്നു. ശിവഘോഷ് വാഴക്കുളത്ത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാൻ ചേർന്നു. അങ്ങനെയാണ് മനക്കത്തണ്ടിയിലുള്ള അമ്മ വീട്ടിൽ എത്തുന്നത്. മീനാക്ഷി വാഴക്കുളത്ത് TTCക്കും ചേർന്നു. തൊടുപുഴയിലെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഈ വീട്ടിൽ പലപ്പോഴും പെൺകുട്ടി സന്ദർശനം നടത്തിയിരുന്നതായാണ് വിവരം. വെള്ളിയാഴ്ച ഇരുവരും ശിവഘോഷിന്റെ മനക്കത്തണ്ടിയിലുള്ള അമ്മ വീട്ടിലെത്തി. രണ്ടുപേരും തമ്മിൽ കുറച്ചു ദിവസമായി തർക്കമുണ്ടായിരുന്നു. ഈ വീട്ടിൽ വെച്ചും തർക്കമുണ്ടായി. സംഭവ സമയം ഇരുവരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശിവഘോഷിന്റെ അച്ഛനും അമ്മയും ജോലിക്കും സഹോദരി സ്കൂളിലും പോയിരിക്കുകയായിരുന്നു. ശിവഘോഷും മീനാക്ഷിയും തമ്മിൽ കുറച്ചു ദിവസമായി തർക്കമുണ്ടായിരുന്നു. ഇതാണ് പിന്നീട് ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഏതായാലും അന്നേ ദിവസവും മീനാക്ഷി വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ആ സമയം ഒന്നും തന്നെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ വെച്ചും ഇരുവരും തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നാലെ മീനാക്ഷി കിടപ്പുമുറിയിലേക്ക് പോയി വാതിലടച്ചു. തുടർന്ന് മുറിക്കുള്ളിലെ ശുചിമുറിയിലെ ജനലിൽ ഷാൾ കുരുക്കി ജീവൻ ഒടുക്കുകയെന്നാണ് പോലീസ് പറയുന്നത്. കുറച്ചു സമയം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാതെ വന്നപ്പോൾ മുറിയുടെ വാതിൽ തകർത്ത് അകത്ത് കടന്ന ശിവഘോഷ് കുരുക്കഴിച്ച് മീനാക്ഷിയെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മീനാക്ഷിക്ക് അനക്കമില്ലെന്ന് കണ്ടതോടെ തൊട്ടടുത്ത മുറിയിലെ ഫാനിൽ ഷാൾ കുരുക്കി ആത്മഹത്യ ചെയ്യുക എന്നതാണ് പോലീസ് പറയുന്നത്. അതായത് ആദ്യം മീനാക്ഷിയാണ് മരിച്ചത്. പിന്നീട് ശിവഘോഷ് ആ മുറിയിലേക്ക് എത്തുകയും വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് മീനാക്ഷിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴും മീനാക്ഷിക്ക് ജീവനുണ്ടായിരുന്നില്ല. മീനാക്ഷി ഒരുപക്ഷെ ആ സമയത്ത് മരിച്ചു കാണും. അതുകൊണ്ട് തന്നെ ആ ഭയത്തിലും അല്ലെങ്കിൽ ആ വിഷമത്തിലുമാണ് നേരെ വന്ന് ശിവഘോഷും അതേ വീട്ടിൽ തന്നെ ഫാനിൽ തൂങ്ങി മരിച്ചത്. മീനാക്ഷി ബാത്റൂമിലെ ജനലിൽ തൂങ്ങിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശിവഘോഷിന്റെ പോസ്റ്റ്മോർട്ടം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലും മീനാക്ഷിയുടേത് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് നടന്നത്. ശിവഘോഷിന്റെ മൃതദേഹം കൊന്നത്തടിയിലെ വീട്ടുവളപ്പിലും മീനാക്ഷിയുടെ മൃതദേഹം പാറത്തോട് വീട്ടുവളപ്പിലും സംസ്കരിച്ചു. ഏതായാലും വളരെ നടുക്കുന്ന ഒരു സംഭവമാണ്. വളരെ ചെറിയ പ്രായമാണ്. ഒരു ചെറിയ തർക്കത്തിന്റെ പേരിൽ തുടങ്ങിയ സംഭവമാണ് പിന്നീട് ഇരുവരുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചത്. പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ സമയം ഒന്നും തന്നെ വീട്ടുകാരൊന്നും ഇല്ലായിരുന്നു. മറ്റൊരു സംഭവം ഇന്ന് നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ പള്ളിക്കൽ സ്വദേശി അഞ്ജലി റാണിയാണ് തൂങ്ങി മരിച്ചത്. അഞ്ജലി ജോലി സൗകര്യാർത്ഥം നെയ്യാറ്റിൻകരയിൽ ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചു വരികയായിരുന്നു. സംഭവ സമയം അഞ്ജലി മാത്രമാണ് താമസ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഏറെ നേരമായിട്ട് അഞ്ജലിയെ പുറത്ത് കാണാത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ ആശുപത്രിയിലെ 4 പേർക്കൊപ്പമാണ് അഞ്ജലി താമസിച്ചിരുന്നത്. വെള്ളിയാഴ്ച രാത്രി ഡ്യൂട്ടി ആയതിനാൽ അഞ്ജലിക്ക് അവധിയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 3 പേരും ഡ്യൂട്ടിക്ക് പോയിരുന്നു. വിവരം പറഞ്ഞ് നെയ്യാറ്റിങ്കര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് "ഞാൻ പോകുന്നു" എന്ന് എഴുതിയ കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തുടർ അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. ഇത് കേരളത്തിലാണെങ്കിൽ മറ്റൊരു നടക്കുന്ന സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ BSF ജവാൻ
1 വയസ്സുള്ള മകനുമായി ഗംഗയിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുകയാണ്. ഭാര്യയെ 4 ദിവസം മുമ്പ് ഗംഗയിൽ വീണ് കാണാതായിരുന്നു. യുവതിക്കായുള്ള തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഭർത്താവായ BSF ജവാൻ മകനുമായി ഗംഗയിലേക്ക് ചാടിയത്. ഇതോടെ ഇവർക്കായി അധികൃതർ അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച വൈകുന്നേരമാണ് BSF ജവാനായ രാഹുൽ തന്റെ 1 വയസ്സുള്ള മകനുമായി ഗംഗാ നദിയിൽ ചാടിയത്. നജീബാബാദിലെ വേദ് വിഹാർ സ്വദേശിയായ രാഹുൽ 5 വർഷം മുമ്പാണ് മനീഷ താക്കൂറിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വീട്ടിൽ വെച്ച് ഇരുവരും തർക്കത്തിൽ ഏർപ്പെട്ടതായും പോലീസ് പറയുന്നു. ഇതിന് പിന്നാലെയാണ് ഓഗസ്റ്റ് 19-ന് മനീഷ ഗംഗയിൽ ചാടിയത്. 4 ദിവസമായി യുവതിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ 3 പേർക്കായും തിരച്ചിൽ നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. യുവാവ് കുട്ടിയുമായി നദിയിലേക്ക് ചാടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ കേരളത്തിലാണെങ്കിലും പുരുഷന്മാരിലും ആത്മഹത്യാ പ്രവണത കൂടുതലെന്നാണ് കണക്കുകൾ. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരമാണ് കേരളത്തിൽ സ്ത്രീ പുരുഷ ആത്മഹത്യ അനുപാതം 20:80 ആയിരിക്കുന്നത്. മുൻ വർഷങ്ങളേക്കാൾ ആത്മഹത്യകൾ വർദ്ധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2022-ൽ 8,490-ൽ നിന്ന് 2023 ആയപ്പോഴേക്ക് 10,972 ഉയർന്നു. ഇതിൽ 8,811 പുരുഷന്മാരാണ്. കൂടുതൽ ആത്മഹത്യകളും കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ്. 56% പേരും 45 വയസ്സിന് മുകളിലുള്ളവരാണ്. അവരിൽ 76.6% പേര് വിവാഹിതരായിരുന്നു. വിവാഹിതരായ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തവരിൽ കൂടുതലും. ആത്മഹത്യയുടെ കാര്യത്തിൽ കേരളം അപകടകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണെന്നും സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ PN സുരേഷ് കുമാർ മുൻപ് പറഞ്ഞിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിവാഹിതരിൽ ആത്മഹത്യ കൂടുതലായി കാണുന്ന പ്രവണതയാണുള്ളത്. ഇവിടെ തിരിച്ചാണ്. ഇവിടെ വിവാഹം തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരമാണ് 2022-ൽ ദേശീയ ആത്മഹത്യ നിരക്ക് 1,00,000 പേർക്ക് 13 എന്ന കണക്കിലാണെങ്കിൽ കേരളത്തിൽ 28.81 ആയിരുന്നു. അടിയന്തര പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുള്ള മുന്നറിയിപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 45 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ മാനസികവും ശാരീരികമായ ആരോഗ്യം ക്ഷയിക്കുന്നതായും റിപ്പോർട്ടുകൾ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ അപകടം നിറഞ്ഞൊരു മാനസികാവസ്ഥയിലേക്കാണ് കേരളത്തിലെ ആളുകളെ കൊണ്ടെത്തിക്കുന്നത്.